മാർച്ച് 28 മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായി ചേർന്ന് 2 പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കായി മാറിയിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. വെള്ളിയാഴ്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 1% ഉയർന്ന് 4179 ക്ലോസിംഗ് നൽകിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മികച്ച റിട്ടേൺ നൽകിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. 6 മാസത്തെ കറക്ഷന് ശേഷം മാർക്കറ്റിൽ മാർച്ച് മാസത്തിൽ മികച്ച റിക്കവറി വന്നിരുന്നു. ഈ റിക്കവറി ഒട്ടുമിക്ക സെക്ടറുകളിലും പ്രതിഫലിക്കുകയും ചെയ്തു. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറായി മാറിയിരിക്കുകയാണ് നിഫ്റ്റി PSE എന്ന സെക്ടർ. നിഫ്റ്റി PSE 35% മാർച്ച് മാസത്തിൽ ഉയർന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പെർഫോമൻസാണ് PSE സെക്ടറിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ ആർമിക്കും വേണ്ടി 156 കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾ, അതായത് പ്രജന്റ് എന്ന പേരിലുള്ള ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. 62,700 കോടി രൂപയുടെ ഓർഡറാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി 66 പ്രജന്റ് ഹെലികോപ്റ്ററുകളും ആർമിക്ക് വേണ്ടി 90 പ്രജന്റ് ഹെലികോപ്റ്ററുകളുമാണ് കമ്പനി വിതരണം ചെയ്യാൻ പോകുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കുകയും 5 വർഷത്തിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കുകയും ചെയ്യും. 5000 മീറ്ററിലധികം ഉയരത്തിൽ പറക്കാനും കൂടാതെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തതുമായ ഒരു ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററാണ് LCH അല്ലെങ്കിൽ പ്രജന്റ്. പ്രജന്റിൽ ഉപയോഗിക്കുന്ന 65% കമ്പോണൻറ്റും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 250-ലധികം ആഭ്യന്തര കമ്പനികൾക്കും ഈ ഡീലിൻ്റെ ബെനിഫിറ്റ് പരോക്ഷമായി ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും പൈലറ്റുമാർക്ക് എയർ ടു എയർ റിഫ്യൂവലിംഗ് ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് റിഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് ലീസിനെടുക്കാനും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ മെട്രിയ മാനേജ്മെൻറ്റ് എന്ന കമ്പനിയിൽ നിന്നായിരിക്കും ഫ്ലൈറ്റ് റിഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ ലീസിനെടുക്കുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഈ 3 കരാറുകളുടെയും പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ 193 കരാറുകൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. 2,09,500 കോടി രൂപയുടെ മൂല്യമുള്ള കോൺട്രാക്റ്റുകളാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോൺട്രാക്റ്റുകളുടെ എണ്ണത്തിലും കോൺട്രാക്റ്റുകളുടെ വലിപ്പത്തിലും വളരെ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. കോൺട്രാക്റ്റുകൾ 92% വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ കാലതാമസം നേരിടുന്ന പ്രോജക്റ്റായ LCA Mark 1 എയർക്രാഫ്റ്റുകൾ പുറത്തിറക്കാനുള്ള പ്രോജക്റ്റും ഉടൻ തന്നെ പൂർത്തിയായേക്കും. LCA എയർക്രാഫ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിയായ GE എയറോസ്പേസ് എഞ്ചിൻ സപ്ലൈ ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ ആദ്യ LCA Mark 1 എയർക്രാഫ്റ്റ് പുറത്തിറങ്ങാനും സാധ്യതയുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആക്സിസ് സെക്യൂരിറ്റീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റും ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകളും സപ്ലൈ ചെയ്യുന്നത് വഴി കമ്പനിയുടെ നിർവഹണ മേഖലയിലെ ക്ഷമത വർദ്ധിക്കുമെന്നും കമ്പനിയുടെ ടോട്ടൽ ഓർഡറുകൾ 1.3 ട്രില്യൺ രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ 2027 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വളർച്ചയിലും വരുമാനത്തിലും 25% മുതൽ 28% വളർച്ച നേരിടുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വളർച്ച വരാനും സാധ്യതയുണ്ട്. 97 LCA Mark 1ഉം 156 പ്രജന്റ് ഹെലികോപ്റ്ററും നിർമ്മിക്കാനുള്ള ഓർഡറുകൾ കമ്പനിയുടെ പൈപ്പ് ലൈനിലുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യസമയത്തിനുള്ളിൽ ഓർഡറുകൾ ഡെലിവർ ചെയ്യാൻ സാധിക്കുമോ എന്നത് സ്റ്റോക്കിൽ ചെറിയ രീതിയിലെങ്കിലുമുള്ള അപകട സാധ്യത ഉയർത്തുന്നുമുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 5000 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ മാത്രം 35% റിട്ടേൺ നൽകുകയും ബോട്ടം ലെവലിൽ നിന്നും മികച്ച രീതിയിൽ റിക്കവർ ആവുകയും ചെയ്ത ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സും ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഗോൾഡ്മാൻ സാൻസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ 3,85,774 ഷെയറുകളാണ് ബ്ലോക്ക് ഡീൽ വഴി സ്വന്തമാക്കിയത്. 4,176 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഗോൾഡ്മാൻ സാൻസ് 3,85,000 ഷെയറുകൾ അക്വയർ ചെയ്തത്. 2 വർഷത്തെ കാലതാമസത്തിന് ശേഷം LCA Mark 1 എയർക്രാഫ്റ്റുകൾ കൂടി കമ്പനി സപ്ലൈ ചെയ്തു തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് മോർഗൻ സ്റ്റാൻലി പ്രതീക്ഷിക്കുന്നു. കണക്കനുസരിച്ച് 3,000 മുതൽ 3,500 കോടി രൂപയുടെ വരുമാന വർധനവാണ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മോർഗൻ സ്റ്റാൻലി അവരുടെ ഏഷ്യ എക്സ് ജപ്പാൻ ഗ്ലോബൽ EM പോർട്ട്ഫോളിയോയിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഉൾക്കൊള്ളിക്കുകയും ബൈ എന്ന റേറ്റിംഗും 5,292 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. JP മോർഗനും സ്റ്റോക്കിൽ ബൈ എന്ന റേറ്റിംഗ് വെച്ച് പുലർത്തുന്നു. 4,958 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്.
16 അനലിസ്റ്റുകളിൽ 15 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും എല്ലാ അനലിസ്റ്റുകളും സ്റ്റോക്കിന് 5000 അല്ലെങ്കിൽ 5000-ൽ കൂടുതൽ ഉയരങ്ങളിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും വരും ദിവസങ്ങളിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്